ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിൽക്ക് ത്രെഡ് കൊണ്ടാണ് പ്രാക്ടീസ് ചെയ്തത് അല്ലേ. അപ്പോൾ ഇന്നും നമ്മൾ ചെയ്യുന്നത് സിൽക്ക് ത്രെഡ് വെച്ചിട്ട് തന്നെയാണ്. പക്ഷേ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലോക്ക് സ്റ്റിച്ചാണ്. അപ്പോൾ ഏത് സ്റ്റിച്ചാണോ നമ്മൾ പഠിക്കുന്നത് ആ സ്റ്റിച്ചൊക്കെ നിങ്ങൾ സിൽക്ക് ത്രെഡ് ഇട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ തന്നെ എളുപ്പമല്ല, വർക്ക് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ സിൽക്ക് ത്രെഡ് ഞാൻ രണ്ടറ്റം കൂടെ കൂട്ടി കെട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് താഴെ നിന്നും ഈ ത്രെഡിനെ എടുത്തിട്ട് എന്ത് ചെയ്തു, ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നത് അങ്ങനെയല്ല, ലോക്ക് കൊടുക്കണം. അതായത് നമ്മളൊരു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എപ്പോഴും ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വേണം ഇതുപോലെ ചെയിൻ ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ലോക്ക് ഇടാതെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കണ്ടോ, താഴത്തെ ആ ഒരു കെട്ടിട്ട ഭാഗം നമുക്ക് ക്ലോത്തിൻ്റെ മീതേക്ക് വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ലോക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് ഡയറക്ഷനിലാണോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഇതുപോലെ ചെറിയൊരു ചെയിൻ ഇട്ട് കൊടുക്കുക. അതിനെയാണ് ലോക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ചെറിയ ചെയിനെയാണ് ലോക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇനി നമുക്കിതുപോലെ ലോക്ക് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, സാധാരണ നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നത് പോലെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും ലോക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതുപോലെ എൻഡ് നോട്ടും ഇട്ട് കൊടുക്കുക. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിപ്പം രണ്ടറ്റങ്ങൾ തമ്മിൽ ഗ്യാപ്പിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഭാഗത്ത് ലോക്ക് സ്റ്റിച്ചും കൊടുക്കുക, ഒരു ഭാഗത്ത് എൻഡ് നോട്ടും കൊടുക്കുക. ഇനിയിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എഴുന്നേറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ത്രെഡിൻ്റെ ഉള്ളിൽ നീഡിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അതല്ല എങ്കിൽ നമ്മുടെ ചെയ്ത വർക്കൊക്കെ ഇതുപോലെ ഊരിപ്പോവും. അപ്പോൾ നമുക്ക് അത്രയും എഫേർട്ട് പിന്നെയും നമ്മൾ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇതുപോലെ നീഡിലൊന്ന് ത്രെഡിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അത് മറക്കാതെ ചെയ്യണേ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത വർക്കുകളൊക്കെ ഊരിപ്പോവേ. പിന്നെ വളരെ ചെറിയ ചെയിൻ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതുവരെ നമ്മൾ പഠിച്ചതൊക്കെ വലിയ ചെയിൻ ഇട്ടിട്ടാണ് പ്രാക്ടീസ് ചെയ്തത്. ഇപ്പോൾ ഒരുപാട് സ്റ്റിച്ചിലിപ്പോൾ കുറേ 2-3 ക്ലാസ് നമ്മൾ കഴിഞ്ഞില്ലേ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും നിങ്ങൾക്കത് ശരിയായിട്ടുണ്ടാവണം അല്ലേ. ശരിയായവരൊക്കെ എനിക്ക് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഏതൊരു സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും സിൽക്ക് ത്രെഡ് ഇട്ടിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തോളൂ കേട്ടോ. സരി ത്രെഡ് വെച്ചിട്ടും പ്രാക്ടീസ് ചെയ്യാം, സിൽക്ക് ത്രെഡും കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. കാരണം സിൽക്ക് ത്രെഡ് കൊണ്ട് ചെയ്യുമ്പം നല്ല ബുദ്ധിമുട്ടാണ്. സരി ത്രെഡ് കൊണ്ട് ചെയ്യുന്ന അത്ര എളുപ്പമൊന്നും നമുക്ക് സിൽക്ക് ത്രെഡ് കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ലാസ്റ്റിൽ എൻഡ് നോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇനി നമുക്കിപ്പോൾ ഒരു ബ്ലൗസിലൊക്കെ ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ കണ്ടോ, ഞാൻ ഇപ്പോൾ ഒരു യു ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വേണം ഇതുപോലെ ചെയിൻ ഇട്ട് കൊടുക്കാനായിട്ട്. അതല്ലാതെ നേരെ ചെയിൻ ഇട്ട് പോകരുത് കേട്ടോ. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും ഒരു ചെറിയ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക, എന്നിട്ട് ചെയിൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കർവുകളൊക്കെ കണ്ടില്ലേ, ഈ കർവ് വരുന്ന ഭാഗത്തൊക്കെ വലിയ ചെയിൻ ഇട്ട് കൊടുക്കാതെ, അതായത് വലിയ ചെയിൻ ഇട്ടിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. കണ്ടോ, അതുപോലെ വലിയ ചെയിൻ ഇടുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു വശം ഇതേ വൃത്തിക്ക് കിട്ടില്ല. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, ചെറിയ ചെയിൻ ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾ വളരെ ചെറിയ ചെയിൻ ഇട്ടിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഉണ്ടോ, ഈ ഒരു ഭാഗമൊക്കെ വൃത്തിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെയിൻ തന്നെ ചെയ്ത് പഠിക്കണേ. അതായത് ഓ ഷേപ്പ് വരയ്ക്കുകയാണെങ്കിലും അല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലുള്ള ഷേപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പം കറക്റ്റ് ചെറിയ ചെയിൻ ഇട്ടിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ലാസ്റ്റിൽ ഞാൻ എൻഡ് നോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ലോക്ക് സ്റ്റിച്ചും കൊടുത്തു, എൻഡ് നോട്ടും കൊടുത്തു. ഇനിയിപ്പോൾ സ്ക്വയർ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ചെയ്യാമെന്നില്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ടില്ല. അതിൻ്റെ കാരണം ലാസ്റ്റ് പറഞ്ഞുതരാം. കാരണം നമ്മൾ ഇപ്പോൾ യു ഷേപ്പിൽ കൊടുത്തത് ഫസ്റ്റ് എന്ത് ചെയ്തു, ലോക്ക് സ്റ്റിച്ചും കൊടുത്തു, അതുപോലെ എൻഡ് നോട്ടും കൊടുത്തു. ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. സ്റ്റാർട്ടിങ്ങിൽ കണ്ടത് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒരേ ഭാഗത്താണ് കണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു ചെയിൻ കൊടുത്തില്ല, അതിൻ്റെ ഉള്ളിലാണ് ഞാനിവിടെ എൻഡ് നോട്ട് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ലോക്ക് സ്റ്റിച്ചിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു.